പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ പത്രികകൾ തള്ളി. പ്രസിഡന്റ്, ട്രഷറർ സ്ഥാനങ്ങളിലേക്കുള്ള പത്രികയാണ് തള്ളിയത്. ഒരു സിനിമ നിർമ്മിച്ചവർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാനാവൂ എന്ന് വരണാധികാരി അറിയിച്ചു. പത്രികകൾ തള്ളിയതുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാറും സാന്ദ്രയും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. നിഷ്പക്ഷമായിട്ടാണെങ്കിൽ സാർ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നിഷ്പക്ഷത ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ് സാർ 25 വർഷമായിട്ടിരിക്കുന്നത് അല്ലേ? അതില്ല എന്നുള്ള കാര്യം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടല്ലേ സാർ 25 വർഷമായിട്ടിരിക്കുന്നത്? എല്ലായിടത്തും ഇരിക്കുന്നത് ഇവര് തന്നെയല്ലേ? രാകേഷിന് പേടിയാണെങ്കിൽ ഇങ്ങനല്ല തീരുമാനിക്കണം. അത് മത്സരിച്ച് ജയിച്ച് കാണിക്കേ, അല്ലാതെ ഇങ്ങനത്തെ കൊതിക്കവ് കാണിക്കല്ലോ വേണ്ടത്. സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ, മനസ്സിലായില്ലോ? പത്രിക തള്ളിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നതിനു ശേഷം സാന്ദ്ര പ്രതികരിച്ചു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സാന്ദ്രയുടെ തീരുമാനം. അതെ, പത്രിക തള്ളിയിരിക്കുകയാണ്. അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡൻ്റ് ആണ്. കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത്. വേറെ ആരുടെയും അങ്ങനെ ഒരു ഇതെടുത്തില്ല. മാത്രമല്ല, ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇതാണ് ബൈലോ പ്രകാരം 23ാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണെന്നുണ്ട്. അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ളൊരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അത് ഒരു ജനാധിപത്യ രീതി, ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ, ഇതൊരു അനധികൃതമായ അപ്പോയിൻമെൻ്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും. അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. നവമി, സാന്ദ്ര നടത്തുന്ന പോരാട്ടം അത് സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമല്ലാത്ത ഒരു ക്ലൈമാക്സിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നിയമ പോരാട്ടമായി മുന്നോട്ട് പോകുമെന്ന് സാന്ദ്ര പറയുമ്പോൾ എന്താണ് അസോസിയേഷന് പറയാനുള്ളത്? ഭരണാധികാരി എടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് നിഷ്പക്ഷമല്ല എന്ന് സാന്ദ്ര പറയുന്നതിനെ ഏത് തരത്തിൽ ഖണ്ഡിക്കുന്നുണ്ട് അസോസിയേഷൻ? അപർണ, തികച്ചും നാടകീയമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ അല്പസമയം മുൻപ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുകയായിരുന്നു. നേരത്തെയൊക്കെ പ്രവചിച്ചിരുന്നു സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളാനുള്ളൊരു സാധ്യതയുണ്ടെന്ന്. സാന്ദ്രയും അത് കണക്കാക്കി തന്നെയാണ് ഇവിടെ വന്നത്. പതിവ് തെറ്റിച്ചില്ല. സാന്ദ്രയുടെ 2 നാമനിർദ്ദേശ പത്രിക 2 സ്ഥാനങ്ങളിലേക്ക്, ഒന്ന് ട്രഷറർ സ്ഥാനത്തേക്ക്, മറ്റൊന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ഈ രണ്ടും തള്ളിയിരിക്കുകയാണ്. പത്രിക തള്ളിയിരിക്കുകയാണ്. പക്ഷെ അവർ തരുന്ന വിശദീകരണം സെൻസർ സർട്ടിഫിക്കറ്റ്, ഒരു നിർമ്മാതാവ് 3 സിനിമയെങ്കിലും അവരുടെ പേരിൽ സെൻസർ സർട്ടിഫിക്കറ്റ് വേണം, എങ്കിൽ മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അർഹതയുള്ളൂ എന്ന്. സാന്ദ്ര തോമസിന്റെ 2 സിനിമകൾ മാത്രമാണ് സ്വന്തം പേരിലുള്ളത്. മറ്റൊന്ന് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ, അതായത് വിജയ് ബാബുവുമായി ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് ബാക്കിയുള്ളതെല്ലാം. അതുകൊണ്ട് സാന്ദ്ര തോമസിന് മത്സരിക്കാൻ അർഹതയില്ല എന്നൊരു നിലപാടാണ് ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ സാന്ദ്ര പറയുന്നത് സെൻസർ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ അതിൽ തൻ്റെ പേര് തന്നെയാണുള്ളത്, സാന്ദ്ര തോമസ് എന്ന പേര് തന്നെയാണ്.
ഫ്രൈഡേ ഫിലിംസിൽ നിന്നും താൻ മാറിയെങ്കിൽ പോലും സെൻസർ സർട്ടിഫിക്കറ്റിൽ അതിൽ മാറ്റമില്ല. സാന്ദ്ര തോമസ് എന്ന പേര് തന്നെയാണ്. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്. താൻ മത്സരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ വരാതിരിക്കാൻ, എത്താതിരിക്കാൻ, താനൊരു സ്ഥാനത്തേക്ക് എത്താതിരിക്കാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തന്റെ പത്രിക തള്ളിയത് എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സാന്ദ്ര തോമസ്. ഒപ്പം നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുകൂടി സാന്ദ്ര അറിയിച്ചിട്ടുണ്ട്. പകരം സാന്ദ്രയ്ക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിക്കാം. കാരണം അത് ഒരു സിനിമ മതി, ഒരു നിർമ്മാതാവിന്റെ ഒരു പേരിൽ സർട്ടിഫിക്കറ്റ് മതി എക്സിക്യൂട്ടീവിൽ മത്സരിക്കാൻ. അങ്ങനെയാണെങ്കിൽ സാന്ദ്രയ്ക്ക് അതിൽ മത്സരിക്കാം. സാന്ദ്ര അത് മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ തകർക്കാൻ ആരും തന്നെ ശ്രമിക്കേണ്ട എന്നുകൂടി സാന്ദ്ര തോമസ് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് വരണാധികാരിയും സാന്ദ്ര തോമസും തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. വൈശാഖ് സുബ്രഹ്മണ്യനും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ആരോപണം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് വൈശാഖിന് അത് അനുവദിക്കുന്ന ഒരു രീതിയിലേക്ക്, ഇത് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഒരു അനുമതി നൽകുന്ന രീതിയിലേക്ക് വരണാധികാരി കടക്കുകയും ചെയ്യും. അതാണ് സാന്ദ്ര തോമസ് ഉന്നയിക്കുന്നത്. രണ്ട് നീതി എന്തുകൊണ്ടാണ് തനിക്കും വൈശാഖിനും രണ്ട് നീതി? വൈശാഖിന് മത്സരിക്കാൻ അനുമതി നൽകുന്നു, തനിക്ക് മത്സരിക്കാൻ അനുമതി നൽകുന്നില്ല. ഇത് ശരിയായിട്ടുള്ള നീതിയല്ല. ഇതിനു വേണ്ടിയിട്ട് നിയമപരമായി മുന്നോട്ട് പോകാനാണ് സാന്ദ്ര തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. പിന്നീട് സുരേഷ് കുമാറുമായിട്ടും വലിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ബാക്കിയുള്ളവരുടെ പത്രികകളെല്ലാം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതെന്ന അന്തിമ തീരുമാനം വരണാധികാരി എടുത്തതിന് ശേഷമായിരിക്കും. അതിന്റെ മുഴുവൻ പേരും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും സാന്ദ്ര തോമസിന്റെ കാര്യത്തിൽ നേരത്തെയും ഇത് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. സാന്ദ്ര ആരോപിക്കുന്നത് ഇത് വലിയൊരു ഗൂഢാലോചന തന്നെയാണ് തനിക്കെതിരെ നടക്കുന്നതെന്ന്. നവമി ദിനേശ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സിനിമ